പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് ബഹുമാനപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛനെ ഇപ്പോൾ നല്ല ഒരു ഡെലിവറൻസ് പ്രയർ കൂടി തന്നെ നമുക്കൊരു നല്ല സന്ദേശം നൽകട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ധാരാളമായി നൽകട്ടെ എന്ന് യാചിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. ഈശോയിലേക്ക് നോക്കാം. അങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിക്കുകയില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കരുണയുള്ള ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ദേശം മുഴുവനെയും ഈ ലോകത്തെയും ബഹുമാനപ്പെട്ട ജോർജ് ബ്രദറിനെയും ടീം അംഗങ്ങളെയും ഈ സാന്തോം ശുശ്രൂഷ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്താൽ വിശുദ്ധ കുരിശിന്റെ നാമത്തിൽ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുവിന്റെ രക്ഷാകരമായ രഹസ്യത്തിന്റെ ശക്തിയാൽ ലോകം മുഴുവൻ അർപ്പിച്ച 3.5 ലക്ഷത്തോളം വരുന്ന വിശുദ്ധ ബലിയുടെ യോഗ്യതകളെ ഓർത്ത് സകല വിശുദ്ധാത്മാക്കളുടെയും പരിശുദ്ധ അമ്മയുടെയും ഗീവർഗീസിന്റെ പ്രത്യേകമായ ഇടപെടലിന്റെ ഈ ശക്തി കൊണ്ട് മിഖായേൽ മാലാഖായും ഗബ്രിയേൽ മാലാഖായും റഫേലും തുടങ്ങിയ എല്ലാ മാലാഖമാരുടെയും പ്രത്യേക ശക്തി കൊണ്ട് അവരുടെ സംരക്ഷണത്തിന്റെ കൃപയാ പാപത്തിന്റെ ബന്ധനത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, പൈശാചികതയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ലോകരക്ഷകനായ ദൈവമേ, ഈ ലോകത്തിന്റെ എല്ലാ തിന്മകളുടെ മേലും നീ ആധിപത്യം പുലർത്തി പൈശാചികതയും നെഗറ്റീവായ എല്ലാ അവസ്ഥകളും എല്ലാ മനുഷ്യരിൽ നിന്നും വിട്ടുപോകട്ടെ. പ്രത്യേകിച്ചും ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആരാധനയുടെ ശക്തി കൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ അനുദിന സാധാരണമായ അത്ഭുതത്തിന്റെ ഇടപെടൽ കൊണ്ട് എല്ലാ തിന്മയും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ രക്ഷക, ഞങ്ങളുടെ ശുശ്രൂഷകളെ അവിടുന്ന് ആശീർവദിക്കണമേ. ബഹുമാനപ്പെട്ട ജോർജ് ബ്രദറിന്റെ സുവിശേഷ പ്രഘോഷണവും ആ ടീം അംഗങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും സഹകരണവും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ പൗരോഹിത്യത്തിന്റെ ശക്തിയാൽ നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും കെട്ടുകൾ അഴിയട്ടെ. അഭിഷേകമുള്ള വിടുതൽ ശുശ്രൂഷ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തുറക്കട്ടെ കർത്താവേ, അത്യുന്നതിന്റെ ശക്തി ഒഴുകട്ടെ. ഈശോയെ തിരുരക്തത്തിന്റെ കോട്ട കെട്ടി സംരക്ഷിക്കണമേ. എല്ലാ ദുഷ്ടശക്തികളുടെ മേൽ പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്താൽ ആധിപത്യം വരുത്തട്ടെ കർത്താവേ. എല്ലാ തിന്മയുടെ ശക്തികളും രോഗങ്ങളും പീഡകളും പ്രകൃതിക്ഷോഭവും എല്ലാവിധ സാമൂഹിക പ്രശ്നങ്ങളും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വെള്ളപ്പൊക്കവും എല്ലാവിധ പൈശാചികതയും സഭയെ തകർക്കുന്ന ദുഷ്ടശക്തികളും യുദ്ധങ്ങളും പീഡനങ്ങളും മുഴുവനും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും ബാധിച്ചിരിക്കുന്ന വിശ്വാസക്കുറവ്, പ്രതീക്ഷയില്ലായ്മ, നിരാശ, എല്ലാ അസൂയ, വിദ്വേഷം, വാശി, സങ്കടം, വെറുപ്പ്, എല്ലാ പ്രാർത്ഥനയുടെ താല്പര്യം ഇതെല്ലാം ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ രക്ഷാകരമായ ബലിയുടെ ശക്തിയാൽ എല്ലാവരും മോചിതരായി തീരട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാള്, അതോടൊപ്പം തന്നെ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ. ഇതെല്ലാം കടന്നുപോയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തില് കർത്താവിന്റെ തിരുവചനത്തിന്റെ ആ സാന്നിധ്യത്തിന്റെ ഒരു ശക്തി അവരിലേക്ക് ഒഴുകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും യേശുവിന്റെ പീഡാസഹനത്തിന്റെ ശക്തിയും അതിന്റെ ധ്യാനവും ആ സഹനത്തിന്റെ അർത്ഥവും ഇവരുടെ ജീവിതത്തിലൂടെ ഇവര് പ്രഘോഷിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അതായത്, കാലഘട്ടങ്ങളിൽ ദൈവം തന്റെ പ്രവാചകരെ അയച്ച് ലോകത്തെ രക്ഷിക്കും, ജനത്തെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കും. അത് രക്ഷാകര ചരിത്രത്തിൽ ദൈവം മനുഷ്യനോട്
എന്നാണോ മനുഷ്യൻ ദൈവത്തെ തേടി ദൈവവും മനുഷ്യനും തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതലുള്ള സത്യമാണ്. ദൈവം പ്രബോധനങ്ങളിലൂടെ, ആജ്ഞാപനങ്ങളിലൂടെ, പ്രവാചക ശബ്ദങ്ങളിലൂടെ, ചില വിശുദ്ധരുടെ ജീവിതത്തിലൂടെ, അവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ, അവരുടെ പ്രത്യേകമായ ഒരു മിനിസ്ട്രിയിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ അവർ തെളിയിച്ച ചില സത്യങ്ങള് ദൈവം തന്നെ നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങളാണ്. ജോൺ 23 മാർപ്പാപ്പ പറയുന്ന ഒരു സത്യം, കാലഘട്ടങ്ങളിൽ ദൈവം വിശുദ്ധരെ അയക്കുന്നതിലൂടെ ദൈവം അവരിലൂടെ സംസാരിക്കുകയാണ്. അതാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ചെറുപുഷ്പത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, എന്റെ അജപാലനത്തിൽ എന്നെ നയിക്കുന്ന വെള്ളി നക്ഷത്രം എന്നാ ആ പുണ്യവതിയെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കാലഘട്ടങ്ങളിൽ ദൈവം സംസാരിക്കുന്ന സുവിശേഷമാണ്, വചനമാണ് ഓരോ വിശുദ്ധരും. അൽഫോൻസാമ ഭാരതത്തോടും കേരളത്തോടും ഇതര സഭകളോടും ലോകം മുഴുവനുള്ള വിശ്വാസികളോട് പറയുന്ന സഹനത്തിന് ക്രൂശിത രൂപത്തിൽ അർത്ഥമുണ്ടെന്ന്. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ വിളിക്കാം, ഗ്ലോറി ഓഫ് ഫെയിലിയേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത് ഗ്ലോറി ഓഫ് സക്സസ് ആണ്, വിജയത്തിന്റെ ആഘോഷമാണ്, മഹത്വമാണ്. പക്ഷേ അൽഫോൻസാമയുടെയും ജോൺ മരിയ വിയാനിയുടെയും ജീവിതത്തില് തോൽവിയുടെ, പരാജയത്തിന്റെ, ഇങ്ങനെ ആ ഒരു രോഗശയ്യയുടെ ഒക്കെ അവസ്ഥയിൽ അവരാഘോഷിക്കുന്ന ഒരു വിജയമുണ്ടായി. അത് ക്രൂശിത രൂപത്തിന്റെ വിജയം തന്നെയാണ്. യേശുവിന്റെ കുരിശ് പൗലോസ്ലീഹ പറയുന്നത് പോലെ വിജാതീയർക്ക് ഭോഷത്വമാണ്, പക്ഷേ വിശ്വാസിക്ക് വിജയമാണ്. ജോർജ് ബ്രദറിന്റെ ജീവിതത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ആ കൂടെയുണ്ടായിരുന്ന എല്ലാമായ ആ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടപ്പോഴ് അനുഭവിച്ച വേദനയ്ക്ക് ഒരു വിജയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു. വിശ്വാസത്തിന്റെ കണ്ണിലൂടെ ഇതിനെ നോക്കിക്കാണാം. നമ്മുടെയൊക്കെ ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, ഇവിടെ നിന്നും ഏതാനും കിലോമീറ്റർ അപ്പുറേ ഉള്ളൂ ആ വലിയ ദുരന്തം നടന്നത്. ഏതാണ്ട് 4-5 കിലോമീറ്ററേ ഉള്ളൂ. ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ അനന്തമായ പരിപാലനയും ഇവിടെ നടക്കുന്ന നിത്യമായ ആരാധനയുടെ ശക്തി കൊണ്ട് മാത്രമാണ്. അപ്പോ ധ്യാനത്തിലായിരുന്നു ഞങ്ങള്. ഞാൻ ധ്യാന ഹോളിൽ കയറിയപ്പോ തന്നെ ഈശോ ഒരു കാര്യം മനസ്സിൽ തോന്നിപ്പിച്ചു. ഇനി മുതൽ എല്ലാ ചൊവ്വാഴ്ചയും ഫുൾ ഡേ ആരാധനയാണ്. മറ്റെല്ലാ ദിവസവും വൈകുന്നേരവും രാവിലെ ആയിരുന്നു. പിന്നെ വരുമ്പോ ചോദിക്കുന്നവർക്ക് സക്രാരി തുറന്നു. പക്ഷേ എല്ലാ ചൊവ്വാഴ്ചയും മുതൽ 9 മണി മുതൽ 5 മണി വരെ ആരാധന, വീണ്ടും അഭിഷേക ആരാധന 7 മണി മുതൽ. അത് പറഞ്ഞത് പ്രകൃതി ദുരന്തത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ നീ ഇത് വെക്കണമെന്നാണ്, ഈ ഒരു ആരാധന ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസം കൊണ്ട് മാത്രമേ, പ്രാർത്ഥന കൊണ്ട് മാത്രമേ എന്റെ ജീവിതത്തിന്റെ ദുരിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. അതാണ് അൽഫോൻസാമ പഠിപ്പിക്കുന്നത്. അതായത് ക്രൂശിതനിലെ ലക്ഷ്യം സഹനത്തിലൂടെ ദൈവത്തിന്റെ ഭാഷയാണ്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അരുളപ്പാടാണ്. പ്രിയപ്പെട്ടവരെ, സഹനങ്ങളും രോഗങ്ങളും പ്രകൃതി ദുരന്തങ്ങളിലൂടെയൊക്കെ ദൈവം കരനീട്ടുന്നുണ്ട്. ഇതൊരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിരീശ്വരവാദികള് പല വാട്സപ്പിലൂടെ പല പ്രചരണങ്ങളും നടത്തും. പക്ഷേ എന്റെ ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിക്കും. അതുകൊണ്ടാണ് അൽഫോൻസാമയെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജോർജ് ബ്രദറിന് അറിയാം, നൊവിഷ്യറ്റ് നടത്തിയ ആ ഭവനത്തിൽ ഞങ്ങൾ വർഷങ്ങൾ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ആ മുറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മഠത്തിൽ നിന്നും പറഞ്ഞയക്കാൻ തീരുമാനിച്ചപ്പോഴ് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങള് അന്നത്തെ ചങ്ങനാശ്ശേരി അതിമെത്രാസന മന്ദിരത്തിൽ വസിച്ചിരുന്ന ആ മെത്രാന്റെ അധരങ്ങളിലൂടെ ഈ കന്യാസ്ത്രീ കൊച്ചിന് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് മോനെ പ്രാർത്ഥിച്ചോളാം. അപ്പൊ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ,
തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം യുദ്ധം ചെയ്ത് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചേ പറ്റും. അതിന് തീവ്രമായ പ്രാർത്ഥനയും പ്രായശ്ചിത്വവും ആവശ്യമാണ്. ദിവ്യകാരുണ്യത്തിൽ തെളിയുന്ന കർത്താവിന്റെ കരം, ആ ഹൃദയം, ആ കണ്ണുകൾ എനിക്ക് ദർശിക്കണമെങ്കിൽ എന്റെ മനസ്സ് തുറന്ന മനസ്സോടും ആഗ്രഹത്തോടും കൂടെ ഞാൻ ദൈവത്തെ വിളിച്ച് കരഞ്ഞ് രാത്രികളിൽ ഇരിക്കണം. ഇതിവിടെ നടക്കുകയാണ്. അൽഫോൻസാമ ക്രൂശിതനിലേക്ക് കൂടുതലായിട്ട് അടുത്തു എന്നുള്ളതാണ്. സഹനത്തിന്റെ ആ ഒരു അർത്ഥം അവള് പുഞ്ചിരിയോടെ അതിന്റെ അർത്ഥം സ്നേഹമാണെന്ന് കണ്ടെത്തി. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പരിമിതികൾ, പരാജയങ്ങൾ, ദുഷ്ടശക്തിയുടെ ആക്രമണങ്ങൾ, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, തെറ്റിദ്ധാരണ, വിമർശനങ്ങള്, അപവാദം, പേരുദോഷം, നിശ്ചയിക്കാത്ത സമയത്തുള്ള മരണങ്ങൾ, അതോടൊപ്പം തന്നെ ക്യാൻസർ ബാധിച്ച മനുഷ്യരുടെ വേദനകൾ, പെട്ടെന്നുള്ള ഒരിക്കലും ആർക്കും സംഭവിക്കാത്ത രോഗങ്ങൾ, ഇതൊക്കെ വരുമ്പോഴ് മനുഷ്യബുദ്ധിക്കും യുക്തിഭ്രമത്തോടെ ഇതിനെ കണ്ടെത്താൻ പറ്റില്ല. ദിവ്യകാരുണ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വെളിപാടിൽ ഇതെല്ലാം കണ്ടെത്താൻ മനുഷ്യൻ തയ്യാറാകുമ്പോഴാണ് അൽഫോൻസാമയാകുന്ന പാഠപുസ്തകത്തിന്റെ വെളിപാടിൽ ദൈവം സംസാരിച്ച ഭാഷ നമുക്ക് മനസ്സിലാകുന്നത്. ജോൺ മരിയ വിയാനി പുണ്യാളച്ചനെ പറ്റി നിങ്ങൾക്കറിയാം. ആഗോള കത്തോലിക്ക സഭയെ 4 ലക്ഷം വരുന്ന വൈദികരുടെ മധ്യസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യമാണെന്ന് നമുക്കറിയാം. സഹപാഠികളും ഗുരുഭൂതരും അദ്ദേഹത്തെ മടയനെന്ന് വിളിച്ച് മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ ഈ തോൽവിയിലും പരാജയത്തിലും അപകാസ്യതയിലുമൊക്കെ ദൈവത്തിന്റെ വെളിപാടുകൾ ദൈവം ആ വ്യക്തിയിലൂടെ കാലഘട്ടങ്ങൾക്കപ്പുറം ഭാവിയിൽ ചെയ്യാതിരിക്കുന്ന അത്ഭുതത്തിന് കളമൊരുക്കിയത് ഇത്തരത്തിലുള്ള ഒരു അപഹാസ്യമായ ജീവിത തരംഗങ്ങളിലൂടെയാണ് എന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ദൈവം ഓരോ വ്യക്തിക്കും അവന്റെ തലവരയിൽ കുറിച്ചിരിക്കുന്നത് വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ അവൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അനുഗ്രഹത്തിന്റെയും കൃപയുടെ നീയൊരു അനുഗ്രഹമായി ഭവിക്കുന്ന. നമ്മള് അബ്രാഹത്തെ എന്തുകൊണ്ടാണ് 3 മതങ്ങളിലെ വിശ്വാസത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നത്? യഹൂദ മതം, മുസ്ലിം മതം, ക്രൈസ്തവ മതം, ഇവരുടെ 3 പേരുടെയും വിശ്വാസത്തിന്റെ പിതാവാണ് അങ്ങേര്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നീ ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഈ കിളവനോട് പറയാനുള്ള കാരണം എന്താ? അതായത് മനുഷ്യ ശരീരത്തിന് ഒരിക്കലും സാധ്യമാകാത്ത കാര്യങ്ങൾ അവനിലൂടെ ദൈവം പ്രവർത്തിച്ചതിന്റെ കാരണം എന്താണ്? കന്യക ഗർഭം ധരിക്കാനുള്ള കാരണം എന്താ? ഈ 2060 വർഷമായിട്ടും പല രാജാക്കന്മാരും, പല പ്രത്യയശാസ്ത്രന്മാരും, കമ്മ്യൂണിസവും, പല ശാസ്ത്രജ്ഞരും, നിരീശ്വരവാദികളൊക്കെ സഭയെ തകർക്കാൻ പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ട് ഇത് കല്ലിൽ മേക്കൽ ശേഷിക്കാതെ തരിപ്പണമാകാത്തതിന്റെ കാരണം എന്താ? ദൈവത്തിന്റെ കരുണയും വിശുദ്ധരായ വ്യക്തികളുടെ വിശ്വാസത്തിന്റെ ബലവുമാണ് സഭ ഇന്നും പിടിച്ചു നിൽക്കുന്നത്. സഭയുടെ സംവിധാനങ്ങളോ അതിന്റെ ഹൈറാർക്കി ആകണമെന്നില്ല. ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും വിശുദ്ധാത്മാക്കളുടെ കൂട്ടായ മധ്യശക്തിയും സഭയെ പിടിച്ചു നിർത്തും. അതാണ് വിശുദ്ധര് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് BBC റിപ്പോർട്ടർ ലോസ് ആഞ്ചലസിലെ അമേരിക്കൻ ബിഷപ്പ് കോൺഫറൻസിന്റെ സെക്രട്ടറിയോട് ഒരു ചോദ്യം ചോദിച്ചത്. എന്താണ് സഭയുടെ അധികാരം? അധികാരത്തിന്റെ അർത്ഥം എന്താണ് സഭയില്? സഭയുടെ അധികാരം കീഴ്വഴക്കത്തിന്റെ അധികാരമാണ്. സഭയുടെ ശ്രേഷ്ഠത എന്താ? അത് അഭിഷേകത്തിന്റെ ശ്രേഷ്ഠതയാണ്. അത് ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയാണ്.
സഭയുടെ അധികാരം എന്ന് പറയുന്ന സുവിശേഷത്തിന്റെ ഏടുകളിൽ ഈശോ പഠിപ്പിച്ചു തന്നതാണ്. അല്ലാതെ ഹൈറാർക്കിയുടെ അധികാരത്തിന്റെ പ്രഭുത്വതയല്ല. സഭയുടെ അധികാരം എന്താ? അത് ദിവ്യകാരുണ്യത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന അഭിഷേകത്തിന്റെ അധികാരമാണ്. അത് വൈദികരും സമർപ്പിതരും അൽമായരും ചെയ്യുന്ന ശുശ്രൂഷയുടെ അധികാരമാണ്. അത് ദൈവം മനുഷ്യനായതിന്റെ എളിമയുടെ അധികാരമാണ്. അത് കുരിശിലെ തോൽവിയുടെ അധികാരമാണ്. അത് മനുഷ്യബുദ്ധിക്ക് അതീതമാണ്, ദൈവത്തിന്റെ പദ്ധതിക്ക് വെളിപ്പെടുത്തിയതുമാണ്. ഈയിടെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, വധശിക്ഷ വിധിക്കപ്പെട്ട് ഇരുട്ടറയിൽ ജീവിച്ച ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തൂക്കിലേർപ്പെട്ട മനുഷ്യനെ ഇനി വലിയ താമസമില്ലാതെ സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ മാനസാന്തരം അത്രയ്ക്ക് ശക്തമായിരുന്നു. നേരിട്ട് ഈശോ പ്രത്യക്ഷപ്പെട്ടു കൊടുത്തുകൊണ്ടിരുന്നത്. മനുഷ്യബുദ്ധിക്ക് അതീതം ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവര് നമ്മളെ വിധിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവര് നമ്മുടെ പാപത്തിന്റെ കനത്തിൽ നിന്ന് പോലും ദൈവത്തിന്റെ കരുണയുടെ കൃപ കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും മാനസാന്തരത്തിൽ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ദൗർബല്യത്തിലാണ് നിന്റെ കൃപ വിളയുന്നത്. നിന്റെ ബലഹീനതയിലാണ് എന്റെ കൃപയുടെ വിളനിലം. ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയാണ്. 99 ഉപേക്ഷിച്ച് ഒന്നിന്റെ കൂടെ കൂടുന്ന ആ ദൈവശാസ്ത്രം നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല. നമ്മൾ പലരെയും മാറ്റി നിർത്തും. പലരോടും നമ്മൾ അവരിങ്ങനെയാണെന്ന് പറയും. പക്ഷെ ദൈവത്തിന്റെ കരുണയുടെ മാനസിക അവസ്ഥയിൽ, ദൈവത്തിന്റെ ചിന്തയിൽ ഇവൻ ബലപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ തൂക്കിലേറ്റപ്പെട്ട മനുഷ്യൻ ഇനി വിശുദ്ധനായി പോകാൻ. നമുക്ക് മനുഷ്യരെ വിധിക്കാൻ പറ്റില്ല. ഈ വെള്ളയപ്പത്തെ ദൈവമെടുത്ത് തന്റെ അപ്പത്തിലൂടെയുള്ള അവതാരമാക്കി തീർക്കാൻ ഒരമ്മയുടെ കരങ്ങളിലൂടെ രൂപപ്പെട്ട, ഒരു വ്യക്തിയുടെ കരങ്ങളിലൂടെ രൂപപ്പെട്ട മാവ് ഒരു ചപ്പമായെങ്കിൽ അതിൽ ദൈവം നിറഞ്ഞു വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് മനുഷ്യര് അല്ല എന്തേ? ഈ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കാൻ നമുക്ക് ആത്യന്തികമായിട്ട് വേണ്ടത് ശുദ്ധമായ മനസാക്ഷിയും വിശാലമായ മനോഭാവവും മനുഷ്യരെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. ഞാൻ ഉൾപ്പെടെ ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ച കാലഘട്ടത്തിൽ എന്നോട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു തെറ്റും ചെയ്യാതെ മാറ്റി നിർത്തപ്പെട്ടപ്പോഴും എല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പി ചോദിക്കാൻ. എന്ത് തെറ്റ് ചെയ്തിട്ട്? പക്ഷേ എല്ലാം ദൈവം കാണും. അതാണ് മനുഷ്യാവതാരത്തിന്റെ രഹസ്യം പോലും. അതാണ് മനുഷ്യനെ മനുഷ്യനായി ഏറ്റെടുക്കുന്ന ദൈവികതയുടെ ഭാവമാണ്. അതാണ് അതിന്റെ ദൈവശാസ്ത്രം. അതിനെ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കണം. മനുഷ്യനെ മനുഷ്യനായി അവന്റെ കുറവുകളോടുകൂടി ദൈവം ഏറ്റെടുത്ത് വിശുദ്ധീകരിച്ചതിന്റെ ദിനമാണ് ക്രിസ്മസ്. പ്രിയപ്പെട്ടവരെ, ഈ ചിന്തകളോടെ നമുക്ക് ഈ രാത്രി അവസാനിപ്പിക്കാം. ദൈവം അനുവദിച്ചാൽ അടുത്ത തിങ്കളാഴ്ച. അതുകൊണ്ട് മനസ്സിൽ സൂക്ഷിക്കുക, ക്രൈസ്തവ ജീവിതത്തിന്റെ ആത്മീയതയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് കുരിശുരൂപത്തിന്റെ ഫെയിലിയറിലെ ആത്മീയത, ദിവ്യകാരുണ്യത്തിന്റെ ശൂന്യവൽക്കരണത്തിന്റെ ആത്മീയതയാണ്. അതാണ് വിശുദ്ധരിൽ തെളിയുന്നത്. അതാണ് അൽഫോൻസാമയുടെ കിടക്ക ഇന്ന് ആ കുഴിമാടം ആയിരങ്ങൾക്ക് സൗഖ്യമായി, ആയിരങ്ങളുടെ ഹൃദയവേദ ഇറക്കി വെക്കുന്നത് അവൾ അനുഭവിച്ചു തീർത്ത സ്നേഹത്തോടെയുള്ള കുരിശു മരണമാണ്. നമ്മുടെയും ജീവിതത്തിന്റെ ഓരോ ദിവസവും നമുക്കും ഇങ്ങനെ ആയിത്തീരാൻ പറ്റും. നമ്മുടെ തെറ്റിദ്ധാരണകളില്, നമ്മുടെ ദാരിദ്ര്യത്തില്, ഇല്ലായ്മയില്, രോഗങ്ങളില്, നമ്മുടെ കുടുംബജീവിതത്തിന്റെ അസ്വസ്ഥതകളിലൊക്കെ, ആ സഹനങ്ങളിലൊക്കെ ദൈവത്തിന്റെ കരം കാണുക, ദൈവത്തിന്റെ കൃപ കാണുക. ആ ചൈതന്യം തിളങ്ങട്ടെ. എല്ലാത്തിനും തോറ്റ മനുഷ്യൻ ഇന്ന്
എത്രയോ വർഷമായിട്ട് ഇപ്പൊ 4 ലക്ഷത്തോളം പുരോഹിതരുടെ മധ്യസ്ഥനായി. കാരണം എന്താണെന്നറിയോ? മധ്യസ്ഥനാക്കിയതാരാ? പരിശുദ്ധി അമ്മയാണ്. ജപമാല കയ്യിലെടുത്ത് ഭക്തിയോടെ ജപമാല ചൊല്ലിയതോട് മാത്രം പട്ടം. ഇത് ദൈവത്തിന്റെ ഇടപെടൽ. ആ ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. യേശുവേ ആരാധന 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 മാത 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 ആരാധന 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 ഈശോയ്ക്ക് ആരാധന ഈശോയ്ക്ക് ആരാധന മാത 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 ആമേൻ 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 ഹല്ലേലൂയ 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 ദൈവമേ സ്തുതി 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 ആരാധന 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 ദൈവമേ ഞങ്ങൾ നീ ആരാധിക്കുന്നു ഞങ്ങൾ നീ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ കുർബാനയുടെ അഭിഷേകവും നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ദേശത്തും എന്റെ എല്ലാ ശുശ്രൂഷകളിലും സാന്തോ മിനിസ്ട്രിയിലും ജോർജിൽ നിന്നും തിളങ്ങി കർത്താവ് പുതിയത്തെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നിങ്ങളെ അച്ഛനെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവര് കാണണമെങ്കിൽ അടുത്ത സെപ്റ്റംബർ മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച 17-ാം തീയതി ഞാനും അച്ഛനും കൂടിയാണ് ധ്യാനം നയിക്കുന്നത്. ഇവിടെ ചങ്ങനാശ്ശേരി കിടങ്ങറ കുമരഞ്ചിറ മുട്ടാറ്. 17 സെപ്റ്റംബർ 17. ഞാൻ വരുന്നുണ്ട്. സമയം എപ്പോഴാ? സമയം രാവിലെ 9 തൊട്ട്